ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബീഫ് പൊള്ളിച്ചതിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മസാലപ്പൊടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മിക്സിന്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ഏലക്കായ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 6 പീസ് കറാമ്പ് ചേർത്ത് കൊടുക്കാം. 2 ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം നമ്മളെ ക്യൂമിൻ സീഡ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഞാൻ ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിതാ ബീഫ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ബോൺലെസ് പീസ് ആട്ടാ എടുത്തത് ബീഫ്. ആ ബീഫിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടി ഒന്നിച്ച് ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത് വെച്ച ആ ഒരു സ്പൈസസിന്റെ ആ ഒരു പൊടി ചേർത്ത് കൊടുക്കാം. അതിപ്പോ ഞാൻ മുഴുവനായിട്ട് ചേർക്കുന്നില്ല, ഏകദേശം 1 ടീസ്പൂൺ ബാക്കി നിൽക്കുന്നുണ്ട്. ബാക്കി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് ഉള്ളി ഫ്രൈ ആക്കി എടുത്തു വെച്ചതാണ്. ഞാനിത് 2 ചെറിയ ഉള്ളി ആട്ടോ ഫ്രൈ ആക്കി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള ഉള്ളിയാണെങ്കിൽ 1 എടുത്താൽ മതിയാവും. അപ്പൊ ഇതാ ഉള്ളി ഫ്രൈ ആക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടെടുക്കാം. ഉള്ളി കരിഞ്ഞു പോകാണ്ട് നോക്കണേ. അപ്പൊ ഇതാ അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൈ കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണോ. ഞാനിതാ അത് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ബീഫ് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പോ ഇത് 7 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സാധാരണ എങ്ങനെയാ ബീഫ് വേവിക്കൽ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ വേവിച്ചിട്ടെടുക്കാം. അപ്പൊ ഇതാ ബീഫ് വേവിച്ചിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ വേണ്ടി നോക്കാം. അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് വെച്ച ആ ഒരു ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇതാ ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടിപ്പോണ്ട 1/2 ടീസ്പൂൺ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം ഈ ഒരു ലാസ്റ്റ് സമയത്ത് അങ്ങനെ തന്നെ ചേർക്കാം. വലിയ ജീരകം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫെനൽ സീഡ്. അപ്പൊ ഇതാ അതും കൂടി ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ നമ്മളെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഴയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. വാഴയില ഞാൻ ഒന്ന് വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ബീഫ് അതിലേക്ക് മാറ്റി കൊടുക്കാം.
ഈ ഇലയിലേക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ ഞാൻ മുഴുവൻ ബീഫും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലെയായിട്ട് കുറച്ചൊന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഈ ഒരു ഇതിൽ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഇല ഒന്ന് നമുക്കൊന്ന് മടക്കി എടുക്കാം. പിന്നെ ഇതാ മടക്കി എടുത്തിട്ടുണ്ട്. ഇനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ മടക്കി എടുത്ത് വെച്ച് ആ ഒരു ബീഫ് വെച്ച് കൊടുക്കാം. ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് അങ്ങനെ മതി. ഒരു സൈഡിൽ ആയി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ബീഫ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം ഞാൻ പൊറോട്ടൻ്റെ കൂടെ ആട്ടാ കഴിക്കുന്നത്. അപ്പോൾ പൊറോട്ടൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും നല്ല കോമ്പിനേഷൻ ഇത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അള്ളാ വേറെ വീഡിയോ ആയിട്ട് കാണാം.